ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വാർത്തയിലേക്ക് നമുക്ക് പോയാലോ? വാർത്ത മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കറിയാം, അടുത്ത കാലത്ത് കേരളത്തിൽ പലയിടത്തും ട്രെയിന് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെ? ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും അത്തരം അപകടങ്ങളെല്ലാം ഒഴിവായി പോകുന്നത്. എന്നാൽ ഇത്തരം അട്ടിമറി ശ്രമങ്ങളിൽ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് നമ്മുടെ പാലക്കാട് മലമ്പുഴയിലും വലിയൊരു ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നത്. ഇതിന് കാരണമായത് എന്താണ്? ഒരു യുവാവിന്റെ കാമുകി പിണങ്ങിയത് എന്നാണ് കാരണം. കാമുകിയുമായി പിണങ്ങി ട്രെയിൻ അട്ടിമറ ശ്രമം നടത്തിയ ഈ ഒരു അതിഥി തൊഴിലാളിയായ യുവാവാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും കാമുകിക്ക് ആ ഒരു ട്രെയിനിനോളം വിലയുണ്ട് എന്നുള്ള കാര്യത്തിന് മനസ്സിലായാലും ഇതുപോലെ കാമുകന്മാർ നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഈ ഒരു യുവാവ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഈ ഒരു യുവാവ് ഒഡീഷക്കാരനാണ് കേട്ടോ. 23 വയസ്സാണ് ഇയാൾക്കുള്ളത്. മലമ്പുഴ പോലീസിന്റെ പിടിയിലാണ് ഇയാൾ ആയത്. വെള്ളിയാഴ്ച പുലർച്ചെ 2-നായിരുന്നു നമ്മുടെ ഈ ഒരു ട്രെയിൻ അട്ടിമറിക്കുന്ന ആ ഒരു സംഭവം നടത്തിയത്. മലമ്പുഴ ആരക്കോട് പറമ്പിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തെ സിമന്റ് കട്ട നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളിയായ യുവാവാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒഡീഷയിലെ കാമുകിയായിട്ട് പിണങ്ങിയത്. അപ്പൊ കാമുകി ഇവിടത്തെ കാര്യമല്ല, ഒഡീഷക്കാരിയാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ യുവാവ് എന്ത് ചെയ്തു? തന്റെ ശരീരത്തിൽ കുപ്പിച്ചില്ലുകൾ ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചും പിന്നീട് ട്രെയിന് അപകടപ്പെടുത്താനുള്ള തീരുമാനിക്കുകയായിരുന്നു. അതിനിടെയാണ് സമീപത്ത് കണ്ട ഒരു വലിയ മരത്തടി എടുത്ത് വലിച്ചു കൊണ്ടുപോയി റെയിൽവേ പാളത്തിൽ വെച്ചത്. 2:40 കടന്നു പോകേണ്ടിയിരുന്ന വിവേക് എക്സ്പ്രസ് ഇവിടെ എത്തിയപ്പോഴാണ് ലോക്കോ പൈലറ്റ് ഈ ഒരു മരത്തടി കണ്ടതോടെ ട്രെയിന് നിർത്തി. ഇതെടുത്തു മാറ്റിയാണ് പിന്നീട് ട്രെയിന് കടന്നുപോയത്. എന്തായാലും ആ ലോക്കോ പൈലറ്റ് വളരെ വിവേകപരമായിട്ട് ചിന്തിച്ചതുകൊണ്ട് തന്നെ അത്തരം വലിയൊരു അപകടം ഒഴിവായത്. ഈ ആനകളൊക്കെ ഈ ഒരു ട്രാക്ക് മുറിച്ച് കടന്നു പോകുവാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ ട്രെയിന് വളരെ പതുക്കെയാണ് അപ്പോൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ലോക്കോ പൈലറ്റ് ഇതിനെ കാണാൻ സാധിച്ചത്. ഈ ഒരു ലോക്കോ പൈലറ്റ് ഈ തടിയെടുത്ത് മാറ്റുന്നത് ഈ ഒരു യുവാവ്, അതായത് ഒഡീഷക്കാരനെ യുവാവ് കണ്ടു. അയാൾ എന്ത് ചെയ്തു? വീണ്ടും എത്തി ഈ ഒരു മരകഷ്ണ ട്രാക്കിലേക്ക് വീണ്ടും എടുത്ത് കയറ്റി വെച്ചു. പിന്നീട് പുലർച്ചെ 3 കടന്നു പോയ ഗുഡ്സ് ട്രെയിനിന്റെ ഒരു ലോക്കോ പൈലറ്റും ഈ ഒരു മരത്തടി മാറ്റിയാണ് യാത്ര തുടർന്നത്. 2 ലോക്കോ പൈലറ്റുമാരും അറിയിച്ചതിനനുസരിച്ചാണ് RPF മലമ്പുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. എന്തായാലും കോടതി ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതുപോലെയുള്ള കാമുകന്മാരുണ്ടെങ്കിൽ കാമുകിമാർ ഒരിക്കലും പിണങ്ങല്ലേ, ദയവേത്. ഇവരുടെയൊക്കെ മണ്ടത്തരം കൊണ്ട് തന്നെ വലിയ ദുരന്തങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. കാമുകി പിണങ്ങിയതിന്റെ അരിശം തീർത്തത് നിരപരാധികളായ ഇത്രയും യാത്രക്കാരോടാണ്, അല്ലെ? ആ ഒരു ലോക്കോ പൈലറ്റുകാർ ഈ ഒരു മരത്തടി കണ്ടില്ലായിരുന്നെങ്കിൽ എത്ര വലിയ അപകടമാണ് ഉണ്ടായിരുന്നതിന്. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാമുകിയെ വിളിക്കണമെങ്കിൽ ജയിലിൽ നിന്ന് ഇനി ഫോൺ കിട്ടിയാലല്ലേ സൊല്ലാൻ പറ്റുള്ളൂ. ഇനി അവിടുത്തെ അരിശം ആരോട് തീർക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.